ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റിക്കൂവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ പെൻഡ്രൈവിൽ നിന്നോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്നോ ഡിലീറ്റ് ആയിട്ടുള്ള ഫയലുകൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും ഡയറക്റ്റ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ download.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നുമാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. റിക്കൂവ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് download.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ആക്കുകയാണ്. നോർമലായിട്ട് നമ്മൾ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ഇതിൽ ചോദിക്കുന്നുണ്ട്. ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് വേണോ, അതുപോലെ സ്റ്റാർട്ട് മെനു ഷോർട്ട് കട്ട് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാനിവിടെ ഒന്നും ഇതെല്ലാം ഇതുപോലെ തന്നെ വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒന്ന് ഇൻസ്റ്റാൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സിമ്പിളായിട്ട് ഇത് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒന്നും ഫിനിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ ഇനി എൻ്റെ മൈ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാനൊരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോണി എന്ന് പറയുന്ന ഒരു പെൻഡ്രൈവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു 3-4 ഫോട്ടോകൾ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈഡായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ല, ഇവിടെ ഒന്നും ഹൈഡായിട്ടും കാണുന്നില്ല. ഇത്രയും ഫയലുകൾ മാത്രമേ ഈ പെൻഡ്രൈവിലുള്ളൂ. 4 ഫയലുകൾ മാത്രമേ ഉള്ളൂ. ഞാനിത് ഇവിടെ ഒന്നും ഫോർമാറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫോർമാറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഈ പെൻഡ്രൈവ് ഞാൻ ഫോർമാറ്റ് ചെയ്യുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും ഫോർമാറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്ന് വീണ്ടും ഓപ്പൺ ആക്കാം. നോക്കുക, ഈ പെൻഡ്രൈവിൽ ഒരു ഫയലുകളുമില്ല, ഇത് കാലിയാണ്. ഇനി നമുക്ക് ഈ പെൻഡ്രൈവിൽ നിന്നും ഡിലീറ്റ് ആയ ഫയലുകളൊന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഫയൽ ടൈപ്പ് ചോദിക്കുന്നത് കാണാം. ഈ ഫയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫയലുകളും റിക്കവർ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഓൾ ഫയൽസ് എന്നുള്ളത് കൊടുക്കാം. പിക്ചേഴ്സ് മാത്രമായിട്ടാണ് റിക്കവർ ചെയ്യേണ്ടെങ്കിൽ പിക്ചേഴ്സ് എന്നുള്ളത് കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് മ്യൂസിക് ആണ് റിക്കവർ ചെയ്യേണ്ടെങ്കിൽ മ്യൂസിക് എന്ന് കൊടുക്കാം. ഡോക്യുമെൻറ്റ്സ്, വീഡിയോസ്, അങ്ങനെ കംപ്രസ്ഡ് ഫയൽ, ഇമെയിൽസ്, അങ്ങനെ തുടങ്ങിയ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ഒന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ പിക്ചേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഫയൽ ലൊക്കേഷൻ ചോദിക്കുന്നു. ഇവിടെ ഏത് ഫയൽ ലൊക്കേഷനിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഐ ആം നോട്ട് ഷുവർ എന്നുള്ളതാണ് ബൈ ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിരിക്കുന്നത്. ഞാനിവിടെ ഒന്നും ഇൻ എ സ്പെസിഫിക് ലൊക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഒരു സ്പെസിഫിക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ സോണി എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഒന്നും ഓക്കെ കൊടുക്കുകയാണ്. പെൻഡ്രൈവ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. വീണ്ടും അടുത്ത ഓപ്ഷൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അടുത്ത ഒരു ബോക്സ് കാണാൻ സാധിക്കും ചെക്ക് ചെയ്യാനായിട്ടുള്ള. എനേബിൾ ഡീപ്പ് സ്കാൻ എന്നുള്ളത് നിങ്ങൾ എനേബിൾ എന്നുള്ളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്കാനിങ് നടത്തി നിങ്ങളുടെ എല്ലാ ഫയലുകളും മിസ്സാകാതെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ എനേബിൾ ഡീപ്പ് സ്കാൻ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും റിക്കവർ ചെയ്യുന്ന പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് കുറച്ച് സമയമെടുക്കും. നിങ്ങൾക്ക് എത്ര ഫയൽ റിക്കവർ ചെയ്യാനുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ സ്പീഡ്. എനിക്ക് തോന്നി ഇത് ഏകദേശം നല്ല സ്പീഡിൽ തന്നെയാണ് എൻ്റെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോസസ്സിങ്ങിന് കുറച്ച് സമയം എടുക്കും. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 98% ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 816 ഫയലുകൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ റിക്കവറി സ്കാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും. ആ ഫോട്ടോകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇത് മൊത്തം ഫയലുകളും റിക്കവർ ചെയ്യണമെങ്കിൽ സ്വിച്ച് ടു
അഡ്വാൻസ്ഡ് മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫയലുകളും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. എനിക്കിവിടെ ഒന്നും ഈ 4 ഫോട്ടോകൾ റിക്കവർ ചെയ്താൽ മതി. ഞാൻ അതുകൊണ്ട് ഈ 4 ഫോട്ടോകൾ ഇവിടെ ഒന്നും ചെക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്കിവിടെ താഴെയായിട്ട് റിക്കവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇത് ഡെസ്ക്ടോപ്പിലേക്ക് റിക്കവർ ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പറേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ റിക്കവർ ചെയ്ത ആ 4 ഫോട്ടോസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, നമുക്ക് ഈ ഫോട്ടോകളൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത ആ ഫോട്ടോകളാണ്. അതേപോലെ തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു. ഇതെനിക്കറിയാവുന്ന ഒരു റിക്കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഏകദേശം ഇത് ഒരു നല്ലൊരു പെർസെൻറ്റേജ് സക്സസ് ആണ്. ഇതിലും നല്ല സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല സോഫ്റ്റ്വെയറുകൾ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. എല്ലാ വീഡിയോയുടെയും യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.